സ്ഥലം കൊടുത്തു, അവർ വീട് വെച്ച് താമസിക്കുന്നു എന്നൊക്കെ പറയുമ്പം അവർ സെലിബ്രിറ്റികളല്ലാത്തതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നു. അച്ഛൻ പറഞ്ഞ ആ ഒരു ബ്ലോഗർ ഈ കുട്ടീനെ താറടിക്കാൻ എത്ര ആൾക്കാർ കൊണ്ടുവന്നു. ദൈവം അവർക്കൊപ്പം ഉണ്ട്, അവരും രക്ഷപ്പെടട്ടെ. പട്ടിയുടെ വായിൽ കോലിട്ട് കിള്ളിയിട്ട് പട്ടിയുടെ കടി മേടിച്ചിട്ട് അയ്യോ എന്നെ കടിച്ച് പട്ടി എന്നെ കടിച്ച് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ രേണുവിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. പറഞ്ഞവനും പോണവനും അതിൻ്റെ വായിൽ കിള്ളി അതിനെക്കൊണ്ട് ശ്വാസം മുട്ടിച്ച് മറുപടി പറയിച്ചിട്ട് ഇപ്പം മറുപടി പറയുന്നവർ അഹങ്കാരി, പടയക്ഷി, പിന്നെന്തുവാ മോശമായിട്ടാണ് കമൻസ് ഇരുന്നത്. ഈ പറയുന്ന ദൈവം ഇങ്ങനൊരവസ്ഥ കൊടുക്കാതിരിക്കട്ടെ. വളരെ കഷ്ടമാണ് അങ്ങനെ വീട്ടിലെ ആൾ നഷ്ടപ്പെടുമ്പോൾ ഒരവസ്ഥ, ചെറുപ്രായത്തിൽ വിധവയാവുന്നൊരു അവസ്ഥ, ജീവിക്കാനായിട്ട് തന്തപ്പെടുന്ന അവസ്ഥ വളരെ ദയനീയം തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് അർദ്ധമായ സ്വാഗതം. ഇന്ന് ട്രെൻഡിങ് ആയിട്ട് ഓടിപ്പോകുന്ന ഒരു വിഷയവുമായിട്ടാണ് എനിക്ക് 2 വാക്ക് സംസാരിക്കാനുള്ളത്. എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനീ ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാനിന്നത് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ അനുകൂലമായിട്ട് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാകില്ല എന്ന് നിങ്ങളോട് തന്നെ ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയവുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നുള്ളൊരു കാര്യമാണ് രേണുസുധിയുടെ കാര്യം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും നിങ്ങൾ ഇതിനോട് അനുകൂലമായിട്ട് മറുപടി ഇടില്ല. കാരണം എല്ലാവർക്കും വെറുപ്പുള്ള ഒരു വ്യക്തിയായി മാറി രേണുസുധി. സത്യം പറഞ്ഞാൽ എനിക്ക് രേണുവിനോട് വെറുപ്പോ അങ്ങനെ ഒന്നുമില്ല. ഒരു പാവം യുവതി, സമൂഹത്തിൽ ഇത്രയേറെ അവഹേളനം ഏറ്റുവാങ്ങിയ, പരിഹാസം ഏറ്റുവാങ്ങിയ ഒരു യുവതി, ഒരു പാവം കുട്ടി, അത്രയായിട്ട് എനിക്ക് അതിനോട് തോന്നുന്നുള്ളൂ. ഇപ്പോൾ ആ ബിഷപ്പ് സുധിയുടെ 2 കുഞ്ഞുങ്ങൾക്കായിട്ട് എഴുതി കൊടുത്ത ആ വീടും ആ സ്ഥലവും, അതായത് ആ വീട് വേണ്ട, സ്ഥലം തിരിച്ച് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ആ ബിഷപ്പിനോട് രേണുവിനേക്കാളുള്ളതിനേക്കാളധികം ഒരു സഹതാപമാണ് ഇപ്പം തോന്നുന്നത്. നിങ്ങൾ പറഞ്ഞ രേണു ഒത്തിരിയേറെ അച്ഛൻ അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ എന്നൊക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ പറയും അച്ഛനത് തിരിച്ചു വാങ്ങുന്നത് നല്ലതെന്ന്. അച്ഛനെ വിഷപ്പാമ്പെന്ന് വിളിച്ചില്ലേ, അച്ഛനെ കുറ്റം പറഞ്ഞില്ലേ എന്നൊക്കെ നിങ്ങൾ ഒത്തിരി ന്യായങ്ങൾ വരുത്തും. നിങ്ങൾ ഒത്തിരി ന്യായങ്ങൾ ഇതിനകത്ത് കുറിച്ചിടും. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതൊന്നുമല്ല. ഒരു ആൾക്കൊരു ദാനം കൊടുത്തുവെന്നും ഇരിക്കട്ടെ, അതെങ്ങനെ തിരിച്ച് ചോദിക്കും? കാരണം നമ്മൾ മനസ്സോടുകൂടി അവർക്കത് കൊടുത്തതാണ്. ആ കൊടുത്ത വസ്തു അതെന്തായാലും, വിലപിടിപ്പുള്ളതായാലും വിലപിടിപ്പ് ഇല്ലാത്തതായാലും, അത് എങ്ങനെ ചെയ്യണം, അത് എന്തുമാത്രം മാറ്റം വരുത്തണം, അത് സൂക്ഷിച്ച് വെക്കണോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേണ്ടാതെ വെക്കണോ, നഷ്ടപ്പെടുത്തണോ എന്നതിനെക്കുറിച്ചും അവരാണ് ചിന്തിക്കാവുള്ളൂ. നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണരുത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെത്ര പല്ലുണ്ടെന്ന് എണ്ണാൻ കൊടുത്തയാളും പോകരുതെന്ന് പറയുന്നത് ഞാൻ ചെറുതിലേക്ക് കേട്ടിട്ടുണ്ട്. സംഭവം അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ കുഞ്ഞുങ്ങൾക്കത് ദാനമായി കൊടുത്തത്. ഇഷ്ടദാനമായിട്ട് കൊടുത്ത ആ ഒരു വസ്തു കുറേ ആൾക്കാർ എന്ത് ചെയ്തു, അവർക്ക് വീടും വെച്ച് കൊടുത്തു. അത് ആ വിഷയം അവിടെ കളയണം.
അല്ലാതെ ആ വീട്ടിലുള്ള വ്യക്തികൾ അവർ ആ ഒരു അവസ്ഥയിൽ നിന്നും കരകയറാൻ തന്ത്രപ്പെട്ട് അവർ ഒന്ന് മുന്നോട്ട് വന്ന് കുറച്ച് സാമ്പത്തികമെല്ലാം ആകാൻ തുടങ്ങുന്ന സമയത്ത് അവൾ വലിയ പണക്കാരെ അല്ലെങ്കിൽ അവർ ആ സാമ്പത്തികം അവർക്ക് കാറായി, ഇനി അവർക്ക് ഈ വസ്തു ആവശ്യമില്ല, എനിക്കത് വേണം എന്ന് പറയുന്നതിൽ എന്താണ് ഉചിതമായിട്ട് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കൊടുത്ത സാധനത്തിൽ എന്തധികാരമാണ് കൊടുത്ത ആൾക്ക് ഉള്ളത്? എനിക്കിപ്പോൾ എൻ്റെ ഈ 3 സെൻറ്റ് ഞാനീ താമസിക്കുന്ന സ്ഥലം എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടദാനം തന്നതാണ് എന്ന് പറഞ്ഞ് ഉള്ള കാലമൊത്തവും എൻ്റെ അമ്മ ഇഷ്ടദാനം തന്നതാണ് എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? കാരണം എനിക്ക് ഹസ്ബൻഡുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർ എൻ്റെ വീട്ടിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പാടില്ല, എൻ്റെ മക്കൾക്ക് മാറ്റം വരുത്താൻ പാടില്ല. ഞാൻ എൻ്റെ മകൾക്ക് മാത്രമായിട്ടാണ് അത് കൊടുത്തതെന്ന് എൻ്റെ അമ്മ ന്യായം പറഞ്ഞാൽ ഇങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? കാരണം മകളായി ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് എൻ്റെ മക്കളെയും എൻ്റെ ഹസ്ബൻഡിനെയാണ് എങ്കിൽ എൻ്റെ അമ്മ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? എൻ്റെ അമ്മ തിരിച്ച് എനിക്ക് ആ വസ്തു വേണമെന്ന് പറഞ്ഞാൽ എനിക്കത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഒരു തരത്തിലും തോന്നുന്നില്ല. അപ്പം ചിന്തിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ആ കുട്ടി മര്യാദയ്ക്ക് നന്നായിട്ട് ഒതുങ്ങിപ്പോയതായിരുന്നു. ആ വീട് വെച്ചു കൊടുത്തവരുടെ ശ്രദ്ധയില്ലായ്മ, അതിൽ മായം ചേർത്ത് ചെയ്തു കൊടുത്തത് ആ കോൺട്രാക്ടർമാരും ആ പണി ചെയ്ത ആൾക്കാരാണ്. അപ്പം ചെയ്തു കൊടുക്കാനായിട്ട് ബിൽഡർ കൊടുത്ത കാശ് അതിൽ നിന്ന് മുക്കാനായിട്ടും അല്ലെങ്കിൽ ആ പണി വൃത്തിയായിട്ടും അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാത്തത് ആ പണി ചെയ്ത ആൾക്കാരുടെ തെറ്റ് തന്നെയാണ്. ഒരാൾക്ക് ദാനം കൊടുത്തതാണ്, അവരെങ്ങനെയെങ്കിലും കയറി കിടന്നോളും, നമുക്കിത് എങ്ങനെ തോന്നും പോലെ ചെയ്തു കൊടുക്കാം എന്ന് ചിന്തിച്ചിട്ട് തോന്നുമ്പടി ആ വീട് ചെയ്തു കൊടുത്ത് അവരാ താമസിക്കാൻ കയറി അതിൽ താമസിച്ചു തുടങ്ങുമ്പോൾ അതിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അവരെ മാതാപിതാക്കളുടെ വിവരമില്ലായ്മ എന്ന് കൂട്ടിയപ്പോൾ അവരത് പറഞ്ഞുപോയി. അത് വിവരമില്ലായ്മ അവരുടെ വൃദ്ധരായ പിതാവ് അതങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിലായാലും ഈ മാതാപിതാക്കൾ വയസ്സ് ചെന്നുണ്ടല്ലോ, അവരാ പണ്ടത്തെ ചിന്താഗതി തന്നെയാണ് അവരും കൊണ്ടുപോവുള്ളൂ. അതിനവർ മാറ്റം വെക്കത്തില്ല. അത് സാധാ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവർക്കറിയാം. തട്ടി ചോദിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ രേണുവിൻ്റെയൊക്കെ ആ ഒരു കഷ്ടത്തിൽ കിടക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. വൃദ്ധരായ മാതാപിതാക്കളെ അവരവരുടെ അറിവില്ലായ്മ കൊണ്ടും അവർ പലതും പറയും. അത് ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും ലോകപരിചയമുള്ളവരും നിങ്ങളെന്ത് ചെയ്യുക, അതങ്ങ് ക്ഷമിച്ച് കളയാണ് വേണ്ടതായിരുന്നത്. അത് തന്നെ വീണ്ടും 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 പൊക്കിപ്പിടിച്ച് സമൂഹ മാധ്യമം വന്ന് അവരെ ഇങ്ങനെ അവഹേളിച്ച് കുത്തി അവരുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത് അവരെ ഇല്ലായ്മയെക്കുറിച്ച് താറടിച്ച് അവരെ മോശമായിട്ട് രീതിയിലെല്ലാം പറഞ്ഞ് അവരത്രയേറെ ഒരു പൊടിക്കെങ്കിലും ഉള്ള അഭിമാനം വരെ അവരിൽ നിന്ന് ചോർത്തി അവരെ നശിപ്പിച്ച് അവരെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് അവരെ മാനസിക സമ്മർദ്ദത്തിൽ ആക്കിയിട്ട് അവരെ കൊണ്ട് മറുപടി പറയിച്ചിട്ട് ആ മറുപടി കേട്ടിട്ട് ഈ ദാനം ചെയ്ത വ്യക്തികളെ അവഹേളിച്ചു പറഞ്ഞു എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ? പോട്ടേന്ന് വെക്കണം.
കാരണം അവരെ നിവൃത്തികേട് കൊണ്ടായിരിക്കും പറഞ്ഞു പോയത്. ഇപ്പം നിങ്ങൾ വീട് വെച്ചു കൊടുത്ത സാഹചര്യത്തിൽ 5 പൈസ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമായിരുന്നു. ഈ യൂട്യൂബേഴ്സ് എല്ലാം അവരെ താറടിച്ച് അവരെയും ഒരു മനുഷ്യജീവി എന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ ചവിട്ടി അരച്ച് ഒരു വെറുതെക്കാരായ ഒരു പരിചയം പോലും ഇല്ലാത്ത, എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട് ആ ഒരു വീഡിയോ അവരെങ്ങനെ പറയുമ്പോൾ. കാരണം നമ്മൾ ആ അവസ്ഥയിലിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഒരു ദണ്ണം എത്രയായിരുന്നെന്ന്. ഒരു ഇല്ലായ്മയിൽ ഒരു 10 രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ വീടിൻ്റെ ചോർച്ച അല്ലെങ്കിൽ തൻ്റെ വീടിൻ്റെ സാഹചര്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടും അവർ ചെയ്തു കൊടുത്ത പണി ഭംഗിയായിട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആ പിതാവിനൊരു വിഷമം വന്നിട്ടുണ്ടാവും. സ്വാഭാവികമല്ലേ. അന്നത് വച്ചു കൊടുത്ത സമയത്തുള്ള ആ വീഡിയോ വരെ പൊക്കി ഇന്ന് പറഞ്ഞതാക്കി കൊണ്ട് കാണിച്ചിട്ട് അവരെ വീണ്ടും 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 ഈ തെറി വിളിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. അവരത്രയും പറയിച്ചിട്ട് ബിഷപ്പ് നല്ല ലോകപരിചയമുണ്ട്, പോരാഞ്ഞിട്ട് ഒരു പുരോഹിതൻ കൂടിയാണ്. ദൈവത്തെ അത്രയേറെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കുന്ന നന്മയുടെ പ്രതീകമായ നന്മ തിന്മകളെ മനസ്സിലാക്കുന്ന, ഒരു കർണത്തടിച്ച മറുകർണം കാണിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ ആ പൊന്നീശോയുടെ വചനങ്ങൾ, ആ തിരുവചനങ്ങൾ, ആ തിരുമുത്തുകൾ മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്ന ഒരു ദൈവതുല്യനായ ഒരു വ്യക്തി. ആ സോഷ്യൽ മീഡിയ വന്നിരുന്നുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ എന്തുമാത്രം അവഗണിച്ചു, എന്തുമാത്രം നിന്ദ്യമായ രീതിയിലാണ് അച്ഛൻ സംസാരിച്ചത്. ഇനി ആ യൂട്യൂബേഴ്സ് പോട്ടെ, അവർ കണ്ടൻറ് ക്രിയേറ്ററാണ്, അവരങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് ഇരിക്കട്ടെ. മനസാക്ഷി തൊട്ടുപോലും തീണ്ടാത്ത കൂട്ടരാണ് കുറേ എണ്ണം. ആരെങ്കിലും കൊന്ന് വില വിളിച്ച് അത് റീച്ചുണ്ടാക്കി അത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികളാണ് അവർ. അവരുടെ ഇഷ്ടങ്ങൾ, അവർ പറഞ്ഞ ആ വാക്കുകൾ ഇതെല്ലാം കേട്ടു വച്ചിട്ട് അച്ഛൻ വന്നിരുന്നുകൊണ്ട് ആ രേണുവിനെ കളിയാക്കിയതും ആ രേണു ആ ബിഗ് ബോസിൽ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പം ആ വീഡിയോ ഒക്കെ ഒന്ന് അച്ഛനൊന്ന് നോക്കിക്കേ, അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നെന്ന്. ഒരു ലോക്കലായ വ്യക്തി പോലും അത്ര അങ്ങ് താഴില്ല, അത്ര താണ രീതിയിലായിരുന്നു അച്ഛൻ്റെ ആ പെർഫോമൻസ്. അതും കഴിഞ്ഞ് എന്തുമാത്രം പരിഹാസം അവരെ പറഞ്ഞു. പിന്നെ അവരൊരു വിശപ്പാമ്പെന്ന് പറയാതിരിക്കുമോ? ഒരു വ്യക്തിയെ ഈ രീതിയിൽ മറുപടി പറയണം എന്ന രീതിയിൽ ആക്കിയെങ്കിൽ അതിന് ഈ ബ്ലോഗേഴ്സും അച്ഛനും ഇതിനെല്ലാം അവർക്ക് വഴിയൊരുക്കുന്നതാണ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം. അല്ലാതെ അച്ഛനെ ഒന്നും അവരിങ്ങനെ കുറ്റം പറയുകയില്ല. അവർക്ക് ആ അച്ഛൻ കൊടുത്ത വീടും അല്ലെങ്കിൽ ആ നിങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത ആ സ്ഥലവും വീടും ആ സൗകര്യങ്ങൾ മാത്രം മതിയോ? വിശപ്പും ദാഹവും ഇല്ലേ ആ കിച്ചു എന്ന കുഞ്ഞിന്? അതിനെ പഠിക്കാനായിട്ട് ഇപ്പോൾ ഫ്ലവേഴ്സ് 24 ശ്രീകണ്ഠൻ സാറ് പണം പഠനത്തിനായി കൊടുക്കുന്നു. മറ്റാവശ്യങ്ങളില്ലേ? അവരെന്താണ് സ്വന്തമായിട്ട് ഒരു വഴി കണ്ടുപിടിച്ച് അവർക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഒരു കണ്ടുപിടിച്ച് അവരതിനായിട്ട് പരിശ്രമിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അച്ഛനെ ഇളക്കി വിട്ട് അച്ഛനെ കൊണ്ട് ഈ മോശം പറയിപ്പിക്കുന്ന ഈ ബ്ലോഗേഴ്സ് അവരെന്താണ് ചെയ്യുന്നത്? അവർ യൂട്യൂബ് തുടങ്ങിയത് അവരെ കുടുംബം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടില്ലേ? അപ്പോൾ കിച്ചുവിനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് തെറ്റുണ്ടോ? ആ കുട്ടിയുടെ കൂട്ടുകാരും ഒക്കെ ചേർന്ന് ആ ഒരു ചാനൽ തുടങ്ങി അതിപ്പം റീച്ചാകുന്നു, നല്ല സബ്സ്ക്രൈബറായി വരുന്നു. ഇപ്പോൾ ആ കുട്ടീനെയും കുറിച്ച് ചെകയണമെന്നും ആ കുട്ടീനെയും കൊണ്ട് രേണുവിനെയും തമ്മിൽ അടുപ്പിക്കാനായിട്ട് ഇപ്പോൾ യൂട്യൂബേഴ്സ്
ഇപ്പോൾ പരിശ്രമം തുടങ്ങിയിരിക്കുന്നത്. നോക്കണേ, ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിന് ഒരു പരിധിയില്ലേ. അവർ പാവപ്പെട്ട കുടുംബം ആയതുകൊണ്ടല്ലേ ഈ സമൂഹം മാത്രമേ ഇത്രയേറെ തേച്ചൊട്ടിക്കുന്നത്. എന്നാലും വളരെ കഷ്ടമായി പോയി കേട്ടോ. അതൊക്കെ ഈ കുടുംബത്തോട് ഈ സമൂഹം ചെയ്യുന്നത് വളരെ ക്രൂരമായ ഒരു കാര്യമാണ്. എന്തുമാത്രം ബാഡ് മെസ്സേജ് അവർ പറയുന്നത്. ഇന്ന് വരെയെങ്കിലും ആ രേണു ഏതെങ്കിലും ഒരു കുടുംബത്തെ ഒന്ന് കുറ്റം പറയുന്നതോ തേച്ചൊട്ടിക്കുന്നതോ, അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ കിച്ചുവോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അവർക്കും ഉണ്ടോ അഭിമാനങ്ങൾ. പാവമുണ്ട് കേട്ടോ. ഈ ബാഡ് മെസ്സേജ് മാത്രം കൊടുത്ത് ആ ഒരു കുടുംബത്തെ പിച്ച ചീന്താൻ കാണിക്കുന്ന ഒരു വ്യഗ്രത അവർ ജീവിച്ചു പോകുന്നതിന് കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, തെറ്റാ സമൂഹം അവരോട് ചെയ്യുന്നത്. ഇപ്പം 2 കുഞ്ഞു മക്കളോട് അച്ഛൻ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 വയസ്സുള്ള റിതിലും 21 വയസ്സുകാരനായ ആ കിച്ചു. ആ കുഞ്ഞുങ്ങൾ തിരിച്ച് സ്ഥലം കൊടുക്കണമെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നച്ചോ, അച്ഛൻ അല്പമെങ്കിലും ചിന്തിച്ചിട്ടായിരിക്കുമോ ഇത് ചെയ്യുന്നത്? അതോ അച്ഛനെ കൊണ്ട് ഈ യൂട്യൂബേഴ്സ് അവരിത് ചെയ്യിപ്പിച്ചതാണ്? വളരെ മോശമാണ് കേട്ടോ. വാസ്തവം പറഞ്ഞുണ്ടല്ലോ, ഈ അച്ഛനൊക്കെ ഉണ്ടല്ലോ ഒരു നിഷ്കളങ്കര. ഏതോ ഈ ദുഷ്ടമൃഗത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി എന്ന് പറയാൻ തോന്നുന്നല്ല, വാസ്തവം അത് തന്നെയാണ്. ആ അച്ഛനെ ഈ തരത്തിലേക്ക് ആക്കി മാറ്റാൻ ആ ഒരുത്തൻ മാത്രമാണ് ഇത്രയേറെ പരിശ്രമിച്ചത്. അച്ഛൻ്റെ ആ നല്ല ഗുണങ്ങളെ തേച്ചൊട്ടിച്ച് അച്ഛനെ ഒന്നുമല്ലാതാക്കി തീർത്തതും ആ ഒരു ബ്ലോഗർ മാത്രമാണ്. അവൻ്റെ ഭാഗം വിജയിക്കാൻ, കുടുംബം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ദൈവം ഇതിനെല്ലാം ഒരിക്കൽ മറുപടി കൊടുക്കുക എന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും നല്ലൊരച്ഛൻ എല്ലാവർക്കും ഒത്തിരി സഹായമൊക്കെ ചെയ്യുന്നതും, ആ രേണുവും അങ്ങനെ ഒരു കുറ്റവും കുറവൊന്നും പറയുന്നില്ല. ആ 30 ദിവസം ബിഗ് ബോസിലുണ്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തിനെ പറഞ്ഞിട്ടുണ്ടോ? ഇതിലപ്പുറം ഇനി ആ ഒരു യുവതി അവളൊരു നല്ല കുട്ടിയാണെന്ന് പറയാനായിട്ട് വേറെ എന്തെങ്കിലും വേണോ? വെറുതെ ഒരു മനുഷ്യൻ ആരെങ്കിലും പറയുമോ? ഇല്ല, അതിൻ്റെ വായിൽ കൊണ്ടുവന്ന് കിള്ളി പറയിച്ചിട്ട് അവൾ പറഞ്ഞു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഒരു മനുഷ്യന് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞതിൽ എന്താണ് കാര്യം? സൗന്ദര്യമാണോ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു മാനദണ്ഡം വെച്ചേക്കുന്നത്? എങ്കിൽ ആ യൂട്യൂബ് നടത്തുന്ന ആ വ്യക്തിയും ഇത്രയും അങ്ങ് സുന്ദരനാണോ? സുന്ദരി മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതിയോ? ദൈവം എല്ലാവരെയും ജീവനുള്ള വ്യക്തികളായിട്ടല്ലേ സൃഷ്ടിച്ചേക്കുന്നത്. ഈ പറയണ രേണുവിന് സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിപ്പം നല്ല സൗന്ദര്യമായി. നേരത്തെ തന്നെ എന്ത് വെളുത്ത് നല്ല സുന്ദരി തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ സൗന്ദര്യമേ സ്വഭാവമാണല്ലോ. തൊലി കൊളുപ്പോ അല്ലെങ്കിൽ മുഖത്തിൻ്റെ വേറെ ഭംഗിയൊന്നും നോക്കിയിട്ടല്ല, അവനവൻ്റെ ഉള്ളിൽ വരുന്ന സ്വഭാവം. ഒരു മനസാക്ഷിയില്ലാത്ത വ്യക്തിക്ക് ഈ നല്ല സൗന്ദര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഭർത്താവിൻ്റെ ആദ്യത്തെ കുടുംബത്തിലെ കുഞ്ഞാണ് കിച്ചു. എത്ര പൊന്നു പോലെ ആ കുഞ്ഞിനെ നോക്കുന്നത്. എന്നിട്ട് ആ കുട്ടീനെ അമ്മയുമായിട്ട് അടുപ്പിക്കാനും അമ്മയും അവനും കൂടെ തല്ലിപ്പിരിക്കുന്നതിനാണ് ഇപ്പോൾ അവർ പരിശ്രമിക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ തലയ്ക്കടിച്ചും എറിഞ്ഞും വിഷം കൊടുത്തും കൊല്ലുന്ന ഈ ലോകത്ത് ആ കുട്ടി എന്ത് നല്ലൊരു സ്വഭാവത്തിനുടമയാണ്. ആ കുഞ്ഞുങ്ങളെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും എടുത്ത് ഉമ്മ കൊടുത്ത് നമ്മൾ കെട്ടിപ്പിടിച്ച് നാട്ടുകാരെ കാണിക്കാനെടുത്ത് താരാട്ട് പാടുന്നതാണോ സ്നേഹം? അല്ല. അവളവിടെ മക്കളെ പൊന്നുപോലെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ്
അവൾക്ക് പറ്റുന്ന തരത്തിലേക്ക് റീലുകൾ ഇട്ടത്, അവൾ ജീവിതമാർഗം നോക്കിയത്. ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇടുന്ന എല്ലാ വ്യക്തികളും ഈ മൂടി പൊതിഞ്ഞിട്ടാണോ ഡ്രസ്സ് ഇടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസാണ് ഇടുന്നത്. റീലിടുമ്പോൾ കാണുന്നത് ശരീരഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എല്ലാവരും വീഡിയോ ഇടുന്നു. വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? രക്ഷപ്പെടണം എന്ന്. പിന്നെ അലിനും പിന്നെ സന്തോഷ് വർക്കിയും കഥയില്ലാത്ത രണ്ട് കൂട്ടരാണ്. അതുങ്ങളെ വിറ്റുവരെ എല്ലാ വിവരവും ഉണ്ട്, പണമുണ്ട്, പത്രാസുണ്ട് എന്ന് പറഞ്ഞവർ ജീവിക്കുന്ന ഈ കാലഘട്ടത്ത് ആ രണ്ടുപേരെയും കൂടെ ചേർത്ത് കുറേ സാമൂഹ്യ വിരുദ്ധർ ആ വീട്ടിൽ വന്നു എന്ന് പറയുമ്പോഴേ എന്ത് പറയാനാണ്? കഥയില്ലാത്ത രണ്ട് കൂട്ടരാണ് സന്തോഷും ആ പെരേരയും. ആരെയും ഒന്നും പറയുന്നില്ല. നിങ്ങൾ അവരെ ചുമ്മാ ടോർച്ചർ ചെയ്ത് പോകുന്നതല്ലാതെ അതുങ്ങൾ എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ട്? ശരിക്കും പറഞ്ഞാണ്ടല്ലോ, സമൂഹത്തിൻ്റെ കണ്ണുകൾക്കാണ് മഞ്ഞ ബാധിച്ചിരിക്കുന്നത്. അവരും ജീവിക്കട്ടെ, അവരും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജീവിക്കട്ടെ. ആർക്കും ഒരു ദോഷവും ചെയ്ത് ആരും കുടുംബത്തെ ദ്രോഹിക്കാൻ പോകുന്നില്ല, ആരെയും കുടുംബത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. ജീവിക്കട്ടെ, പാവമല്ലേ. പിന്നെ പിതാവ് ആ സ്ഥലം തിരിച്ചെടുക്കുന്നു, വളരെ നല്ല കാര്യമാണ്. കാരണം ഇനിയെങ്കിലും അവിടെ വഴിക്കങ്ങ് വിട്ടേക്ക്, എവിടെയെങ്കിലും പോയി വാടകയ്ക്കോ എങ്ങനെയെങ്കിലുമൊക്കെ അവർ ജീവിച്ചോട്ടെ. പിന്നെ അതിൻ്റെ പുറകെ അവരെങ്ങനെ ജീവിക്കുന്നു, അവർ അവിഹിതമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. 34 വയസ്സുള്ള ഒരു വിധവയാണ്. വിവാഹപ്രായം ഇനിയും ബാക്കിയാണ്. അവൾക്ക് വിവാഹം കഴിക്കാനുള്ള സമയമാണ് ഇപ്പോഴും ഉള്ളത്. വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. വിവാഹം കഴിക്കട്ടെ, അവൾ ജീവിക്കട്ടെ. ആ കുട്ടിയുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കട്ടെ. അവരെ കുടുംബത്തെ നോക്കുന്നു. ഇനി പിതാവ്, അതായത് ഈ അച്ഛൻ കൊടുത്ത വസ്തുവിൽ അല്ലെങ്കിൽ ഇനിയും ബിൽഡർ കൊടുത്ത ആ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും അവളുടെ സഹോദരങ്ങൾ ചെല്ലാൻ പാടില്ല, താമസിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് അതിലെന്ത് ന്യായമാണുള്ളതെന്നാണ് മനസ്സിലാകാത്തത്. സ്വന്തം സഹോദരങ്ങളും അച്ഛനും അമ്മയും ഒക്കെ വേണ്ടെന്ന് ആരെങ്കിലും വയ്ക്കുമോ? നിങ്ങളുടെ കണ്ണുകൾക്ക് അവരുടെ വെറുപ്പ് എന്ന വികാരം മാറ്റി വെച്ചിട്ട് ഒന്ന് മനുഷ്യത്വപരമായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അവർ ചോദിക്കാനും പറയാനും അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനും ഒക്കെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അവരെ താറടിക്കുമായിരുന്നോ? ഇല്ല. എന്തായാലും അച്ഛൻ്റെ വസ്തു തിരിച്ചു മേടിക്കും, നന്നായിരിക്കട്ടെ. പക്ഷേ ഇനിയെങ്കിലും ആ വസ്തു വേറെ ആർക്ക് കൊടുക്കാൻ പോകണ്ട. കാരണം അച്ഛൻ്റെയും ചിന്താഗതി ഇപ്പം മാറി. അച്ഛന് വൈറലാകണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അച്ഛനെ കൊണ്ട് ജീവിക്കാനായിട്ട് അച്ഛൻ്റെ തലച്ചോറ് വരെ ഇപ്പം സ്വന്തം പെട്ടിയിലാക്കി ഇരിക്കുന്ന അച്ഛൻ്റെ ആ പുണ്യവാളനില്ലേ, അവൻ അച്ഛനെ അങ്ങ് ഒരു മനുഷ്യത്വരഹിതമായ ഒരു പുരോഹിതനാക്കി മാറ്റി. പുരോഹിതൻ എന്ന വാക്കിന് പോലും അർത്ഥമില്ലാത്ത രീതിയിലാക്കി മാറ്റിപ്പോയി. എന്തായാലും ബിഷപ്പ് അച്ഛനെ ഈ സദൃശവാക്യങ്ങൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കും. ബിഷപ്പും തന്നേക്കുന്ന ആ സ്നേഹവചനം വായിച്ചു നോക്കും, ആ 10 കൽപ്പനകൾ വായിച്ചു നോക്കും. പണക്കാരനായ മനുഷ്യനിടുന്നതിനേക്കാൾ ദൈവം പ്രസാദിച്ചത് ആ വിധവയായ സ്ത്രീയിട്ട 2 നാണയമാണ്. അതും ഓർക്കും. പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം, അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് ഈ ലോകത്ത്. അവരും ജീവിക്കട്ടെ, അവരും ജീവിക്കാൻ പരിശ്രമിക്കട്ടെ. അവർക്ക് സെലിബ്രിറ്റി ആകാൻ ആഗ്രഹമില്ലേ? അവരായിക്കോട്ടെ, ആകുന്നു. ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ചൊന്നവരും ബാലൻസ് ചെയ്യാൻ തുടങ്ങും. ഒരു പക്ഷേ പാവപ്പെട്ട കുറേ ആൾക്കാരെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അവർക്ക് നല്ലൊരു നില അവർക്ക് കൊടുക്കണേന്ന്. എന്തായാലും അവർ വീടും സ്ഥലമൊക്കെ
വാങ്ങി വയ്ക്കാനുള്ള സൗഭാഗ്യം ദൈവം കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചു പോകുന്ന ഈ സന്ദർഭം. അച്ഛൻ ഇനി ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഇനി പറയാതിരിക്കും. വെറുതെ വിടും അവരെ അങ്ങ്. അച്ഛൻ്റെ തലച്ചോറ് വാങ്ങി വച്ചിരിക്കുന്ന അവൻ അച്ഛനെയും അച്ഛൻ്റെ നന്മകളെയും നശിപ്പിച്ചു എന്നതും ഓർക്കും. പിന്നെ അച്ഛൻ്റെ ഈ വീഡിയോ, അച്ഛനോട് കൊണ്ടുവന്ന് വീഡിയോ കാണിക്കുന്ന ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, കുഞ്ഞുങ്ങളും ഒന്ന് പ്രാർത്ഥിക്കും അച്ഛൻ്റെ വിവേകം വീണ്ടും തിരിച്ചു കിട്ടാനായിട്ട്. ഒരു പുരോഹിതനല്ലേ, തീരെ അങ്ങ് താഴാൻ പാടില്ലല്ലോ. നല്ലൊരു പുരോഹിതൻ തന്നെയായിരുന്നു. ഇതിനു മുമ്പേ 8 പേർക്ക് സ്ഥലം കൊടുത്തു, അവർ വീട് വെച്ച് താമസിക്കുന്നു എന്നൊക്കെ പറയുമ്പം അവർ സെലിബ്രിറ്റികളല്ലാത്തതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നു. അച്ഛൻ പറഞ്ഞ ആ ഒരു ബ്ലോഗർ ഈ കുട്ടീനെ താറടിക്കാൻ എത്ര ആൾക്കാരെ കൊണ്ടുവന്നു. ദൈവം അവർക്കൊപ്പം ഉണ്ട്, അവരും രക്ഷപ്പെടട്ടെ. പട്ടിയുടെ വായിൽ കോലിട്ട് കിള്ളിയിട്ട് പട്ടിയുടെ കടി മേടിച്ചിട്ട് അയ്യോ എന്നെ കടിച്ച് പട്ടി എന്നെ കടിച്ചെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ രേണുവിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. പറഞ്ഞവനും പോണവനും അതിൻ്റെ വായിൽ കിള്ളി അതിനെക്കൊണ്ട് ശ്വാസം മുട്ടിച്ച് മറുപടി പറയിച്ചിട്ട് ഇപ്പം മറുപടി പറയുന്നവർ അഹങ്കാരി, പടയക്ഷി, പിന്നെന്തുവാ മോശമായിട്ട് കമൻസ് ഇരുന്നത് ഈ പറയുന്ന പുണ്യവാളന്മാരും പുണ്യാളത്തികൾക്കും. ദൈവം ഇങ്ങനൊരവസ്ഥ കൊടുക്കാതിരിക്കട്ടെ. വളരെ കഷ്ടമാണ് അങ്ങനെ വീട്ടിലെ ആൾ നഷ്ടപ്പെടുമ്പോൾ ഒരവസ്ഥ, ചെറുപ്രായത്തിൽ വിധവയാവുന്നൊരു അവസ്ഥ, ജീവിക്കാനായിട്ട് തന്തപ്പെടുന്ന അവസ്ഥ വളരെ ദയനീയം തന്നെയാണ്. താങ്ക്സ്.